അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക യാ അസ്തഗീസ്. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമളാൻ കൊണ്ട് ഞാൻ നേടിയെടുത്ത അമലുസ്വാലിഹാത്തുകൾ, നന്മകൾ, സക്കാത്ത്, സ്വതക്കകൾ, എല്ലാ നന്മകളും നിന്റെ അടുക്കൽ സ്വീകാര്യമായി തീരണമേ റബ്ബേ. അതിനൊക്കെ കണക്കില്ലാത്ത പ്രതിഫലം വാരിക്കോരി നൽകുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ റബ്ബേ. എന്നെ നീ ഷഹാദത്ത് കലിമ ഉച്ചരിപ്പിച്ചുകൊണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹുവേ, നീ എന്റെ ഖബറ് വിശാലമാക്കുകയും അതിനെ പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ റബ്ബേ. റബ്ബേ, എനിക്ക് ഇരുട്ട് പേടിയാണ് റബ്ബേ. ഇരുട്ടിൽ കിടക്കുന്ന അവസ്ഥ ആലോചിച്ചൂടെ റബ്ബേ. ഖബറിൽ ഒറ്റയ്ക്ക മീസാൻ കല്ലിന്റെ ആ തടവറയിൽ എങ്ങനെയാണ് കിടക്കുക റബ്ബേ. നമ്മളൊക്കെ ഏത് സമയം ലൈറ്റും ഫാനും മേസിയും ആളുടെ കൂടെ കിടക്കാൻ ഭർത്താവും ഒക്കെ ഉള്ള രീതിയിലാണല്ലോ റബ്ബേ. ആ ഒരു അവസ്ഥ എനിക്ക് ആലോചിച്ചൂടെ റബ്ബേ. അതുകൊണ്ട് തന്നെ നിഷ്ഹദാക്കളെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തു റബ്ബേ. ഞാൻ മരിക്കുന്നതോടുകൂടി അള്ളാഹുവിന്റെ അർഷിന്റെ പാനോസിലെ ലൈറ്റിൽ പാറിക്കളക്കുന്ന പനങ്കിളി തത്തയായിട്ട് എന്റെ റൂഹിനെ, എന്റെ ആത്മാവിനെ നീ കൊണ്ടുവെക്കറപ്പേ. അവിടെ സുസ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ച് ആർഭാടമായിട്ട് ജീവിക്കുന്ന ഒരു പക്ഷിയായിട്ട് എന്റെ ആത്മാവിനെ നീ വിഹരിക്കാൻ അനുവദിക്കണമേ റബ്ബേ. ഒരു ദിവസം പോലും കബറിൽ കിടന്നിട്ടോ നരകത്തിൽ കിടക്കുന്നതിനോ തൊട്ടോ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും അപാരമായ കാരുണ്യം കൊണ്ട് നരകത്തെ തൊട്ട് നീ നരകം കാട്ടിത്തരും. എന്തായാലും നരകം സ്പർശിക്കുന്നതിനെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യും, സ്വർഗത്തിൽ പോണേ സ്വർഗത്തിൽ പോണേ. പക്ഷെ സ്വർഗത്തിൽ പോണേന്നല്ല പറയുന്നുള്ളൂ, നരകം ടച്ച് ചെയ്യാണ്ട് സ്വർഗത്തിൽ പോണേന്ന് ദുആ ചെയ്യും റബ്ബേ. നമ്മൾ മാത്രം പോയാ പോരെ റബ്ബേ. നമ്മുടെ കുറേ പൂർവികന്മാർ നമുക്ക് മുമ്പ് മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ. അവരൊക്കെ എന്തൊക്കെ പാപങ്ങളാ ചെയ്ത് നമുക്ക് അറിഞ്ഞൂട റബ്ബേ. ഈ മഹരീയ മുഹൂർത്തത്തിൽ ഈ റമളാനിന്റെ പോർച്ച കൊണ്ട് നീ അവരൊക്കെ നരകമോചനം കൊടുക്കറബേ. അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കറബേ. അവർക്ക് പാപമോചനം കൊടുക്കറബേ. അതോടൊപ്പം തന്നെ നീ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ മക്കളെ നീ ഈ 54 വരെ എന്നിൽ നിന്ന് ജനിക്കുന്ന ഒരൊറ്റ കുട്ടി പോലും നരകത്തിൽ പോകല്ല റബ്ബേ. നല്ല ഹാഫിലായിട്ട്, നല്ല ദായിയായിട്ട്, നല്ല പ്രാസംഗികനായിട്ട്, നല്ല സാമൂഹ്യ പരിഷ്കർത്താവായിട്ട്, ഇസ്ലാം ദീനിന്റെ വക്താവായിട്ട് എന്റെ മക്കളെ നീ പോറ്റി വളർത്തണമേ റബ്ബേ. ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യുന്ന നല്ല സ്വാലിഹായ സന്താനങ്ങളെ നീ എന്നിൽ നിന്നും ജനിപ്പിക്കണമേ റബ്ബേ. പഠിച്ചവനെ റബ്ബേ, ഭർത്താക്കന്മാരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, അവരുടെ അനുസരണയുടെ പേരിൽ 8 വാതിലിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഈ ഗൾഫിന്റെ യുദ്ധം പ്രകമ്പനം കൊണ്ടുമ്പോൾ പഠിച്ചവനെ റബ്ബേ, എത്രയും വേഗത്തിൽ ഇതിന് വെടിനിർത്തൽ, സീസ് ഫയർ ഉണ്ടാകണേ റബ്ബേ. പഠിച്ചവനെ വളരെ ഭയാനകമായ രീതിയിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബേ. എല്ലാം കൊല്ലു ഹൈറും മിനല്ല, കൊല്ലു ഷെറും മിനല്ല, കൊല്ലും മിനല്ല. പഠിച്ചവനെ എല്ലാം നില്ലെടുത്തല്ലേ. നീ ഒന്ന് വിരല് നെടിച്ചാൽ, ഒന്ന് കണ്ണു മീച്ചാൽ യുദ്ധം അപ്പാട് നിർത്താൻ നിനക്ക് പറ്റും പഠിച്ചവനെ. എത്രയും വേഗത്തിൽ യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ നീ രക്ഷിച്ചു റബ്ബേ. നമ്മുടെ ഭർത്താക്കന്മാരായിട്ടും ആണുകളായിട്ടും സഹോദരിമാരായിട്ടും കുടുംബക്കാരായിട്ടും ഒരുപാട് ആളുകൾ മരുഭൂമിയിൽ കിടന്ന് രാപ്പകൽ അന്തിയോളം വിശ്രമമില്ലാതെ കുബൂസും തൈരും യോഗട്ടും തിന്ന് ജീവിക്കുന്നുണ്ട് റബ്ബേ. അവർക്കൊന്നും നീ മരണം വരിപ്പിക്കല്ല റബ്ബേ. അവരൊക്കെ നീ നല്ല സമാധാനത്തോടു കൂടെ നാട്ടിൽ തിരിച്ചെത്തി റബ്ബേ. ഇനിയും യുദ്ധം ഈ രീതിയിൽ പോയാൽ പല നാശനഷ്ടങ്ങളും വരും റബ്ബേ. നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും റബ്ബേ. നമുക്ക് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റില്ല റബ്ബേ. ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല റബ്ബേ. ഉണ്ടാക്കിയ കൃഷി സാധനങ്ങൾ, ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറി ആയാലും അരി ആയാലും ഒക്കെ അതിന്റെ സമയം കഴിഞ്ഞാൽ അത് കെട്ടുപോയില്ല, ഡേറ്റ് കഴിഞ്ഞാൽ അത് കെട്ടുപോയി, ചീത്തായി പോയില്ല റബ്ബേ. എന്തൊക്കെയാണ് വരാനിരിക്കുന്ന റബ്ബേ. നിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഈ പ്രയാസങ്ങളിൽ നിന്ന് നീ അവരെ കാത്തു രക്ഷിക്കണമേ റബ്ബേ. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോഴും പഠിച്ചവനെ ഒന്നും സംഭവിക്കല്ലേ, റാഹത്താവണേ ദുആ ചെയ്യുമ്പോഴും ലാനത്തുല്ലാഹി അലൈഹി എന്ന് നമുക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചും നെതന്യാഹുവിനെ കുറിച്ചും ഒക്കെ പറയാം. അള്ളാഹു അവരുടെ മേലിലും അവരുടെ കൂട്ടാളികളിലും മേലിലോ ശാപമുണ്ടാകട്ടെ. പഠിച്ചവനെ റബ്ബെ, ശപിച്ചവരെയും അനുഗ്രഹം ലഭിച്ചവരുടെയും ശാപം അവരുടെ മേൽ വർഷിക്കട്ടെ റബ്ബെ. അവർക്ക് ഇഹലോകത്തും പരലോകത്തും നിന്ദ്യമായ ശിക്ഷ പ്രദാനം ചെയ്യട്ടെ റബ്ബെ.
നമ്മുടെ പിന്നെ നിരപരാധികളായ ആണുങ്ങളെയും കുടുംബക്കാരെയും നമ്മളെ ബന്ധുമിത്രാദികളെയും ഏത് ജാതിയിൽപ്പെട്ടവരെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. ഇതുവരെ നടത്തിയ യുദ്ധങ്ങളും പോരാളിയും ഒക്കെ പിന്നെ ഈ ഗൾഫിലേക്കൊന്നും കാര്യമായിട്ടുള്ള മരണസംഖ്യ ബാധിച്ചിട്ടില്ലെങ്കിലും ഇനിയും അതുപോലെ തന്നെ ജീവഹാനിയും മാനഹാനിയും പിന്നെ സാമ്പത്തിക ഹാനിയും സംഭവിക്കാത്ത രീതിയിൽ ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടണമേ റബ്ബേ. ഒരുപാട് വീടുകൾ ലോണിലാണ് റബ്ബേ. ഗൾഫിൽ ആണുങ്ങളെ കണ്ടിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ് റബ്ബേ. പെൺകുട്ടികളെ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് റബ്ബേ, അത് നടത്താൻ പറ്റുന്നില്ല റബ്ബേ. പല കുട്ടികളെയും കോളേജിൽ ചേർത്തിയിട്ടുണ്ട് റബ്ബേ, അതിന് ഫീസ് അടക്കാൻ ആണുങ്ങളെ കയ്യിലാണ് റബ്ബേ. അവരെ ജോലി പോയാൽ എന്തെടുത്ത് ഫീസ് അടക്കുമെന്നൊരു ക്ലാരിറ്റി ഇല്ല റബ്ബേ. കുട്ടികളെ കോഴ്സും എല്ലാ കാര്യങ്ങളും അവതാളത്തിലാക്കും റബ്ബേ. നീയാണ് ഇതെല്ലാം കാണുന്നവനും കേൾക്കുന്നവനും, നീയാണ് എല്ലാ പ്രശ്നത്തിന് പരിഹാരം കാണുന്നവനും റബ്ബേ. നീ നമ്മുടെ പ്രശ്നങ്ങളും എല്ലാവരുടെ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് റബ്ബേ. ഇത് സത്യത്തിൽ നമ്മൾ ഇത് ചോദിച്ചു വാങ്ങിയ ഒരു ശിക്ഷയാണെന്ന് വേണം പറയാൻ. അള്ളാഹുവിനെ തീരെ ഓർമ്മിക്കാതെ പണക്കാര് പിന്നെ സൂറത്തുൽ ഇസ്രായേൽ അള്ളാഹു ഒരു ആയത്തിൽ പറയുന്നുണ്ട്, ബൈദ അറദിന അൻഹലിഖൽ ഖറിയത, ഒരു നാട്ടിനെ നാം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അമർന ഫീഹാമ, അവിടുത്തെ പണക്കാരായ ആളുകളോട് നമ്മൾ ധൂർത്തടിക്കാൻ കൽപ്പിക്കുമെന്ന്. അതേപോലെ ധൂർത്തിന്റെയും അഹംഭാവത്തിന്റെയും അധികാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ഒരു അനന്തര ഫലമാണ് റബ്ബെ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന. ഒരു കല്യാണമായി കഴിഞ്ഞാൽ എത്ര ദിവസം ഒരേ ഗസ്റ്റിനെ വിളിച്ച് ഫുഡ് കൊടുക്കുന്നത്, ഒരേ ഗസ്റ്റിന് ഇന്ന് വന്നോലും നാളെ വന്നോലും മറ്റന്നാൾ വന്നോലും ഒരു കൂട്ടരൻ അല്ലേ. അങ്ങനെ കൊടുത്തിട്ടും അങ്ങനെ ഡ്രസ്സ് വാങ്ങിയിട്ട് ഇതേ ഡ്രസ്സുകൾ ഒറ്റ പ്രാവശ്യം ഇട്ട് എത്ര അലമാരികളിൽ വെറുതെ ഇരിക്കുന്നു അല്ലെ. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് നമ്മൾ കാട്ടിക്കൂട്ടിരുന്നത്. ഇതിന്റെ ആസാറാത്ത് അനുഭവിക്കുമ്പോൾ ഇത് ചെയ്തവരും ചെയ്യാത്തവരും എല്ലാം ആയിഷ റളിയല്ലാഹു പറഞ്ഞ പാകത്തിൽ ഒരേ രീതിയിൽ പിടിക്കപ്പെടുമെന്നുള്ളത് ഒരു ഭയാനകമായ ശിക്ഷയാണ് റബ്ബേ. ഇതൊന്നും ചെയ്യാത്ത നിഷ്കളങ്കമായി കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാറ്റിലും കൺട്രോൾ. ഇപ്പൊ 1000 രൂപ കിട്ടിയാലും 300-400 ചെലവഴിച്ച് ബാക്കി കയ്യിൽ പിടിച്ച് ബാക്കി പാവങ്ങളെ സഹായിച്ച് അങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്തെന്ന് പോകുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് റബ്ബേ. അവരെ ഒന്നും നീ ഇത്തരത്തിലുള്ള ശിക്ഷ ബാധിപ്പിക്കല്ല റബ്ബേ. ജനങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ റബ്ബേ. അള്ളാഹുവിനെ ധിക്കരിച്ച് ആൺവേഷം കെട്ടുന്ന പെണ്ണുങ്ങളും പെൺവേഷം കെട്ടുന്ന ആണുങ്ങളും ഒക്കെയാണ് സമൂഹത്തിൽ ഇന്ന് ധാരാളമായിട്ട് നടമാടിക്കൊണ്ടിരിക്കുന്ന റബ്ബേ. ഇതിനൊക്കെ ആസാറാത്തുകളാണല്ലോ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ. ഇതിൽ നിന്നെല്ലാം നമ്മുടെ മക്കളെ നീ കാത്തു രക്ഷിക്കുക. അവരോട് രൂക്ഷമായി പറഞ്ഞൂടാ, നിർബന്ധിച്ച് പറഞ്ഞൂടാ, ദേഷ്യം പിടിച്ച് പറഞ്ഞൂടാ, പോകരുതെന്ന് പറഞ്ഞൂടാ അല്ലെ. എല്ലാ രീതിയിലും മാതാപിതാക്കൾ വെറും ഡമ്മിയായ അവസ്ഥയിലാണുള്ളത് റബ്ബേ. പഠിച്ചവനെ റബ്ബേ, അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വന്ന് നമ്മുടെ മക്കള് നല്ല സ്വാലിഹായ മക്കളായി തീരണേ റബ്ബേ. നിസ്കരിക്കാൻ പറഞ്ഞാ ദേഷ്യം, ഷോൾ ഇടാൻ പറഞ്ഞാ ദേഷ്യം, ലിപ്സ്റ്റിക് ഇടണ്ടാന്ന് പറഞ്ഞാ ദേഷ്യം അല്ലെ. എങ്ങനെയാണ് ഏത് രീതിയിലാണ് പറയാ എന്ന് പോലും അറിയാണ്ട് ഒരു സന്നിഗ്ധാവസ്ഥയിലാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഉള്ളത് റബ്ബേ. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും പഠിച്ചവനെ നമ്മൾക്ക് എന്തൊക്കെയോ നമ്മളെ കുടുംബത്തിലും നമ്മളെ നാട്ടിലുമുള്ള ആളുകൾ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. അതിനെല്ലാം നമ്മൾ പാപമോചനം തേടുകയാണ് റബ്ബേ. ഇനിയെങ്കിലും അള്ളാഹുവിനെ വിശ്വസിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും നീ ഉൾപ്പെടുത്തണം റബ്ബേ. എസ്പെഷ്യലി പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു വിഷമത്തോട് കൂടിയ ഞാൻ പറയും, നമ്മുടെ കോഴിക്കോട് ബീച്ച് രാത്രി 10 മണിക്ക് ശേഷം തോന്നിയാസത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് റബ്ബേ. അതുകൊണ്ട് തന്നെ പഠിച്ചവനെ റബ്ബേ, അവിടെ വരുന്ന ഓരോ സീനും കണ്ടുപോയാൽ ഒന്ന് മാറി നിന്ന് ചെയ്യോന്ന് പറയാൻ തോന്നുന്ന രീതിയിലേക്ക് അവിടെ കോഴിക്കോട് ബീച്ച് മാറിയിട്ടുണ്ടെന്ന് പറയാൻ കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികളും ഇസ്ലാമിക ചുറ്റുപാടുള്ള കൾച്ചറിലെ കുട്ടികളും സലഫികളായ കുട്ടികളും മാത്രവുമല്ല, ഓരോ നാട്ടിൽ നിന്ന് പഠിക്കാൻ ഓരോ ഇന്റർമീഡിയറ്റ് കോഴ്സ്, ഓരോ കോഴ്സിന്റെ പേരും പറഞ്ഞ് ഇവിടെ വന്ന് വീടെടുത്ത് തോന്നിയ മാതിരിയുള്ള ഒരു അവസ്ഥയാണ്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ഓരോരുത്തർ ഇങ്ങനെ വിങ്ങി മനസ്സിൽ പറയാണ് ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റമളാൻ മാസത്തിൽ യുദ്ധത്തോടൊപ്പം തന്നെ ഈ കാലത്ത് എന്തെങ്കിലും ഒരു നിയമം വന്നിട്ട് ഈ തോന്നിയാസത്തിനൊക്കെ ഒരു അറുതി വരുത്തണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹു ബില്ലാഹി തൗഫീഖ്. എത്രയും വേഗത്തിൽ യുദ്ധം നിർത്തിക്കൊണ്ട് മനസമാധാനത്തോടെ നമ്മുടെ ആണുങ്ങളൊക്കെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വന്ന് മനസമാധാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നീ നിലനിർത്തണേ റബ്ബേ. എത്ര കുട്ടികളുടെ ഫീസാണ് നിന്നു പോകുക, എത്ര ബാങ്ക് ലോണാണ്
ആണ് അടവ് നിർത്തിയിട്ട് എത്ര വീടുകളാണ് ജപ്തിക്ക് വരിക എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഇബ്രാഹിം നബിയെ തീക്കൊണ്ടാരത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹു, യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷിച്ച അള്ളാഹു, പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ശത്രുക്കൾ വാളും തോക്കുമായിട്ട് വളഞ്ഞിട്ട് പോലും ഒരു മുടിക്ക് പോലും പിന്നെ പോറൽ പറ്റാണ്ട് മദീനയിൽ എത്തിച്ച അള്ളാഹു, അതേ അള്ളാഹുവിനോട് തന്നെ നമ്മളിപ്പോ വീണ്ടും ദുആ ചെയ്യാണല്ലേ. ഈസാ നബിനെ കുരിശ് തറക്കുമ്പോ നോക്കി നിന്ന അള്ളാഹു അല്ലേ, ഇതൊക്കെ ചെയ്ത അതേ അള്ളാഹു തന്നെ നമ്മളെ രക്ഷിക്കുമെന്നുള്ള ഒരു പരിപൂർണ വിശ്വാസമുണ്ട് റബ്ബേ. നമ്മളെ പോലെയുള്ള ഒരുപാട് വിശ്വാസികൾ രാത്രി അർദ്ധരാത്രി സമയത്തും പാപമോചനം നേടിക്കൊണ്ട് അള്ളാഹുവിലുള്ള പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് മക്കളെ ഭർത്താക്കന്മാരെയൊക്കെ ഒരു ഭാഗത്ത് കിടക്കാനാക്കി അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് കൈകൾ ഉയർത്തിയ ഒരുപാട് സഹോദരിമാരുണ്ട് റബ്ബേ. ഓൺലൈനായിട്ട് പഠിച്ചവനെ നമ്മുടെ ദുആ നീ സ്വീകരിക്കില്ല റബ്ബേ, നമ്മളോട് നീ കാരുണ്യം കാണിക്കില്ല റബ്ബേ. നീ പ്രശ്നങ്ങൾ എത്രയും വേഗത്തിൽ ഒന്ന് കെട്ടടക്കി തരണമേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ യഥാർത്ഥ ബുദ്ധി നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. പിന്നെ നമ്മളിപ്പോ ഒരു 4 മക്കളെ പ്രസവിച്ച നാല് കൊമ്പത്താണ്. ഒന്ന് അമേരിക്കയിൽ, ഒന്ന് ലണ്ടനിലൊന്ന്, ദുബായിലൊന്ന്. ഒരു മരിക്കാൻ നേരത്തെ ഒരു സഖറാത്തിന്റെ വെള്ളം കിട്ടാനില്ല അവസ്ഥയിൽ, നമ്മളെ നോക്കാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേരളം ഒരു കൺട്രി ഫെലോ ആയിരിക്കുന്നു. കേരളത്തിൽ ജീവിക്കാൻ ആർക്കും താല്പര്യമില്ല. പക്ഷെ നമ്മളെ പോലെയുള്ള മാതാപിതാക്കൾക്കോ കേരളം ഐശ്വര്യ വനമാണല്ലേ, നമുക്ക് ഇവിടം വിട്ടു പോകാനും താല്പര്യമില്ല. അപ്പൊ നമ്മുടെ എന്തെങ്കിലും ഒരു അവസരത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഉപകരിക്കുന്ന മക്കളായി തീരണമേ റബ്ബേ. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളായി തീരണമേ റബ്ബേ. നല്ല സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന മക്കളായി തീരണമേ റബ്ബേ. നമ്മളിൽ നിന്നുള്ള ഒറ്റൊരു കുഞ്ഞ് പോലും നാളെ ഖിയാമത്ത് നാളിൽ ഒരൊറ്റ കുട്ടി പോലും നരകം സ്പർശിക്കാതിരിക്കണമേ റബ്ബേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഹോൾസെയിലായിട്ട് പ്രാർത്ഥിച്ചിട്ട് നടക്കുവോ, അത് സംഭവിക്കുമോ? പക്ഷെ നമ്മുടെ പല ദുആകളും ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന പോലെയാണ് നമ്മൾ ഈ ദുആ ചെയ്ത് കൊടുക്കുന്നത്. അത് ഒരുപാട് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുമെന്ന് വേണം പറയാൻ. പക്ഷെ എന്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് വീണ്ടും വീണ്ടും ദുആ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇഹത്തിലും പരത്തിലും അള്ളാഹുവേ നീ ഒരു നല്ല ആരോഗ്യത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. അവിടെ കുടുംബത്തിലും സ്വത്തിലും ധനത്തിലും ആളുകളോടുള്ള പെരുമാറ്റത്തിലും ക്ഷമയും പിന്നെ ഐശ്വര്യം നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഹലാലായ രീതിയിൽ വസ്ത്രം ധരിക്കാനും ഹലാലായ ഭക്ഷണം ധരിക്കാനും ഹലാലായ രീതിയിൽ ആളുകളോട് പെരുമാറാനും ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാനും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരുവാനും എന്നുവെച്ചാൽ അത്യാവശ്യം ദീനില്ലാത്തവർക്ക് പോലും നമ്മളെ കാണുമ്പോൾ ഒരു റെസ്പെക്ട് തോന്നുവാനുള്ള ഒരു ഉൾക്കരുത്ത് നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. എന്നെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും ഉന്നതമായ ദർജകളുള്ള പിന്നെ സ്വർഗത്തിലെ സഹപാഠികൾക്കൊപ്പം ചേർക്കണമേ റബ്ബേ. ജന്നാത്തുൽ ഫിർദൗസ് അലങ്കരിക്കുന്ന സഹപാഠികൾക്കൊപ്പം റബ്ബേ. നമ്മുടെ ഭർത്താക്കന്മാരുടെ തൃപ്തിയോടുകൂടി 8 വാതിലിലും ിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കരുത്ത് നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലന്നൂർ. പഠിച്ചവനെ റബ്ബേ, എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെ ഉണ്ടാവണമേ റബ്ബേ. നാഥാ, ഞങ്ങളുടെ സത്യനിഷേധികൾക്കുള്ള പരീക്ഷണങ്ങൾക്ക് നീ ഞങ്ങളെ വിധേയമാക്കരുതേ റബ്ബേ. ഞങ്ങളുടെ നാഥാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർലി യാ അർഹമർ റഹീമീൻ. മെൻസസ്, നിഫാസ്, കൊറോണ, അങ്ങനെ പല കാരണങ്ങളാലും ഒരുപാട് സ്വാലിഹായ കർമ്മങ്ങൾ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അതൊക്കെ നീ എനിക്ക് അതിൻ്റെയൊക്കെ പ്രതിഫലം നീ തിരിച്ചു നൽകണമേ റബ്ബേ. നമ്മളിൽ പലർക്കും ഇപ്പോൾ സുജൂദില്ല, റുകൂഇല്ല, വൃത്തിക്ക് നമസ്കരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കാരണമല്ല റബ്ബേ, നമ്മുടെ മുട്ടുംകാലാണ് പ്രശ്നക്കാരൻ റബ്ബേ. ആ കാരണം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ അമലു സ്വാലിഹാത്തിലും വീഴ്ചകൾ വരുന്നുണ്ടല്ലോ റബ്ബേ. എന്നിരുന്നാലും പൂർണ്ണമായ പ്രതിഫലത്തോടെ നീ നമസ്കാരം നമ്മിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ. പിന്നെ നമ്മുടേതായ കുറ്റം കൊണ്ടല്ല റബ്ബേ നമ്മളുടെ അവയവങ്ങൾ വർക്ക് ചെയ്യാത്ത റബ്ബേ. അതിന്റെ കാരണത്താൽ നമ്മുടെ നിസ്കാരം ഇനി പിന്നെ ഭാഗികമായി സ്വീകരിക്കല്ല, പൂർണ്ണമായ പ്രതിഫലത്തോടെ നീ ഏറ്റെടുക്കണമേ റബ്ബേ. കൊറോണ കാലത്ത് നിരവധി ജുമുഅ ജമാഅത്തുകൾ, ഇഅ്തികാഫ്, മയ്യത്ത് ദർശനം, കല്യാണം, വിവാഹം, സൽക്കാരം, അങ്ങനെ ഒരുപാട് ഒത്തുകൂടലുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അതിനൊക്കെ നീ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഇസ്രാക്ക് നമസ്കാരത്തിലൂടെ അള്ളാഹു ഓഫർ ചെയ്തിട്ടുള്ള പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം നീ നൽകണമേ റബ്ബേ.
എന്റെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ദുആ ചെയ്യുന്ന എല്ലാവർക്കും നീ പ്രതിഫലം നൽകണമേ റബ്ബേ. ദുആ വസിയത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്തവരുടെ ദുആകൾ നീ സ്വീകരിക്കണമേ റബ്ബേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ എൻ്റെ ജീവിതകാലത്തും എൻ്റെ മരണകാലത്തും എനിക്ക് ഉപകാരപ്പെടണമേ റബ്ബേ. നമ്മൾ ചെയ്യുന്ന നമ്മുടെ മക്കൾ ചെയ്യുന്ന സൽക്കർമ്മം കൊണ്ട് നമ്മളുടെ ദറവകൾ ഖബറിൽ ഒരുപാട് സ്വർഗത്തിലും ഖബറിലും ഒക്കെ ഒരുപാട് ഉയർത്തണമേ റബ്ബേ. ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തുമയിനയോടൊപ്പം ഒരുമിച്ച് കൂട്ടണമേ റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെ കുടുംബത്തോടൊപ്പം എത്താനുള്ള യാതൊരു യോഗ്യതയും ഇല്ലെന്ന് എനിക്കറിയാം റബ്ബേ. എന്നാലും ഞാൻ ആഗ്രഹിക്കുന്നു പഠിച്ചവൻ, ഏറ്റവും ഉന്നതമായ സ്വർഗത്തിന്റെ ദർജകൾ നീ എനിക്കായിട്ട് അനുഗ്രഹിച്ചു നൽകണമേ റബ്ബേ. നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, അകത്തളങ്ങളിൽ എത്ര തന്നെ ദീനുണ്ടായിട്ടു മനസ്സിലും മുറുമുറുപ്പും ദേഷ്യവും പിണക്കും വാശിയും ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഇൽമ കൂടുന്തോറും ദുൽമ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിയിലും എല്ലാവരോടും നല്ല സ്നേഹത്തിലും നല്ല രീതിയിലും പെരുമാറാനുള്ളൊരു തൗഫീഖ് നൽകണമേ റബ്ബേ. ധാരാളം സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉന്നതമായ ദർജകളിൽ എത്തിക്കണമേ റബ്ബേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ പിടിച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, അത് ആലോചിക്കുമ്പോൾ ഒരു മിറാക്കിളായി തോന്നിയേക്കാം. കോടാനക്കോടി ആളുകളുണ്ട്, ഇവരെല്ലാം എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ പിടിക്കുമെന്ന് ആലോചിച്ച ഒരു അറ്റവുമില്ല. കാരണം 2 കൈകളല്ലേ പ്രവാചകനുള്ളൂ അല്ലേ. അങ്ങനെ നമുക്കും ദുആ ചെയ്യാൻ പഠിച്ചവനെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ റബ്ബേ. ഹൗദുൽ കൗസറിലെ വെള്ളം ജനങ്ങൾ ആർത്ത് ദാഹിച്ച് വരണ്ട് എല്ലാം കൂടെ ഒരു ചീഞ്ചലം കിട്ടിയെങ്കിൽ കുടിക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ വലയുമ്പോൾ അള്ളാഹു നമുക്ക് ഏറ്റവും ഭംഗിയുള്ള മനോഹരമായ സ്വർണത്തിന്റെ പൂജകളിൽ നിന്നുള്ള ഹൗദുൽ കൗസറിലെ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ചു തന്നിട്ട് അത് കുടിക്കാനുള്ള സൗഭാഗ്യം നൽകണമേ റബ്ബേ. കാരണം അത് വിദഗ്ധ ചെയ്തവർക്ക് ആ വെള്ളം തടയപ്പെടുന്നതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് റബ്ബേ. വിദഗ്ധകാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. നമ്മൾക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വസിയത്ത് ചെയ്ത അനേകം ആളുകളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ റബ്ബേ. ഞങ്ങളിൽ പലർക്കും ഇനി ഉംറക്ക് പോകാനുള്ളവർക്കും പോകാത്തവർക്കും പോയവർക്കും വീണ്ടും പോകാൻ ആഗ്രഹമുണ്ട് റബ്ബേ. അതിനൊക്കെയുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. കല്യാണം, ബർത്ത്ഡേ, പെണ്ണ് കാണൽ, മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, എന്തെല്ലാം രീതിയിൽ എന്തൊക്കെയാ അപ്പോഴത്തെ പേരുകളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അല്ലെ. അങ്ങനെ ഒരുപാട് സമൂഹം വഷളായിക്കൊണ്ടിരിക്കുന്ന പൈസ കൊണ്ട് എന്തൊക്കെ തോന്നിയാസം നടത്താം എന്നതിൽ റിസർച്ച് നടത്തുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളവരിൽ അധിക പേരും. പഠിച്ചവനെ അതിനെ തൊട്ടൊക്കെ അവരുടെ മനസ്ഥിതി നന്നാക്കി കൊടുക്കാനും നമുക്കൊന്നും ആ രീതിയിൽ ക്യാഷ് ചെലവാക്കുന്നതിനെ തൊട്ട് കാത്തു രക്ഷിക്കാനും നീ വിധി കൂട്ടണമേ റബ്ബേ. 14 രാവിന്റെ പൂർണ്ണമായ ശോഭയോടുകൂടി സ്വർഗത്തിൽ 8 വാതിലുകളോട് തുറന്ന് അതിൽ ആടിപ്പാടി ഉല്ലസിച്ച് ഖുർആൻ ക്ലാസ്സിലെ പെണ്ണുങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചിലെ സന്തോഷത്തോടെ നമുക്ക് പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളുടെ നമസ്കാരവും അല്ലാഹുമ്മ സ്വലാത്തിന വ ഖിയാമന വ സദഖതന വ സകാതന വ ദകർന വ ദുആന വ സിയാമന വ തഖബ്ബൽ മിന്നാ സ്വാലിഹ അഹ്മാൽ യാ റബ്ബൽ ആലമീൻ. പഠിച്ചവനെ, നമുക്ക് ഇഷ്ടമില്ലാത്തവയും നമ്മെ ദ്രോഹിച്ചവരുടെയും ചീത്ത സ്മരണകൾ പ്രത്യേകിച്ച് നമസ്കാരത്തിൽ എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിക്കല്ലേ റബ്ബേ. പകരം എല്ലാ സമയത്തും എല്ലാവരെ കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രം സൂക്ഷിക്കണമേ റബ്ബേ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. എനിക്ക് ഓർമ്മയില്ലാത്തതും ഞാൻ ചോദിക്കാൻ വിട്ടുപോയതും എനിക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. എനിക്ക് ഇനിയും എന്തൊക്കെയോ വേണമായിരുന്നു, എന്താണെന്ന് എനിക്ക് ക്ലാരിറ്റി ഇല്ല റബ്ബേ, എന്താണെന്ന് അറിഞ്ഞൂടാ റബ്ബേ. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയാണ്, എനിക്ക് ആവശ്യമുള്ളതും ചോദിക്കാൻ വിട്ടുപോയതുമായ കാര്യങ്ങൾ നീ എനിക്ക് ചോദിക്കാതെ കണ്ടറിഞ്ഞ് നൽകണമേ റബ്ബേ. പഠിച്ചവനെ റബ്ബേ, നീ ഗാഫിലുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല റബ്ബേ. അശ്രദ്ധവാന്മാരുടെ കൂട്ടത്തിലായി പോയല്ല റബ്ബേ. സൂറത്തുൽ ആല ഇമ്രാനിൽ നീ പ്രവചിച്ചതുപോലെ
ഉലുൽ അൽബാബിലും ലാസിഖൂനൽ ഇൽമിലും നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. പലിശ, ലോണ്, കടം മുതലായ പലിശ ഇടപാടുകളിൽ നിന്ന് സമൂഹത്തെ കാത്തു രക്ഷിക്കണമേ റബ്ബേ. പലരും സമീപിക്കുകയാണ്, അത്ര ബാങ്കിൽ കാണാം, അത്ര ബാങ്കിൽ ലോണ് നിങ്ങൾ വല്ലതും തരുമോ എന്ന്. ഇനി മുതൽ ഈ സ്ത്രീകൾക്ക് പിന്നെ സ്ത്രീധനം കാട്ടി കല്യാണം കഴിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് എല്ലാ സുന്നി മുജാഹിദ് തബ്ലീഗ് എല്ലാ ആശയത്തിൽ നിന്നും ഉന്മൂലനം ചെയ്തതുപോലെ കടവും ലോണും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമേ റബ്ബേ. ലോണില്ലാതെ നമുക്ക് എങ്ങനെ ഞെളിഞ്ഞ് ജീവിക്കാം എന്നുള്ളൊരു തൻ്റെ ഒരു ഗഡ്സും നമ്മുടെ സമൂഹത്തിന് ഇനി പ്രദാനം ചെയ്യണമേ റബ്ബേ. അർഹമുറാഹിമീനായ നാഥ, ഞാനുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് തൗഹീദ് ഉള്ളവര് എൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കണമേ റബ്ബേ. തൗഹീദ് ഇല്ലാത്തവരും എൻ്റെ മേൽ നമസ്കരിപ്പിക്കണമേ റബ്ബേ. അള്ളാഹുവേ, നീ എനിക്ക് തത്വജ്ഞാനം പ്രദാനം ചെയ്യണമേ റബ്ബേ. വജഅലി ലിസാന സിദ്ഖൻ ഫിൽ ആഖിരീൻ. എനിക്ക് ആൾക്കാർക്കിടയിൽ എനിക്ക് സൽകീർത്തി നീ വർദ്ധിപ്പിച്ചു തരണമേ റബ്ബേ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പടച്ചോനെ, എനിക്ക് ഹൃദയവിശാലത നൽകണമേ റബ്ബേ. ഹൃദയവിശാലത നൽകണമേ റബ്ബേ. എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തീർക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞാൻ ചെയ്യുന്ന എല്ലാവിധ സൽക്കർമ്മങ്ങളും എന്നിൽ നീ പൂർണ്ണമായ റിളയും പൊരുത്തവും വർഷിപ്പിക്കുമാറാകണമേ റബ്ബേ. എൻ്റെ പൊന്നോമന മക്കൾക്ക്, സന്താന പരമ്പരയിലെ മുഴുവൻ മക്കൾക്കും പരിപൂർണമായ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അവരെ നീ വഴി പിഴപ്പിക്കല്ലേ റബ്ബേ. സ്വാലിഹായ സന്താനങ്ങളിലൂടെ സൽകീർത്തി വർദ്ധിപ്പിക്കുകയും ദറജകൾ ഉയർത്തുകയും ചെയ്യണമേ റബ്ബേ. ആ കുട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന ആളുടെ പേരക്കുട്ടിയാണല്ലേ, ഇന്ന ആളുടെ വെല്ലിപ്പയാണ്, അങ്ങനെ പറയാൻ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സൽകീർത്തി വർദ്ധിപ്പിക്കണമേ റബ്ബേ. അവരുടെ ഭാവി ജീവിതം റാഹത്തായി കൊടുക്കണമേ റബ്ബേ. നല്ല ഇണകളെ പ്രദാനം ചെയ്യണമേ റബ്ബേ. നല്ല കോഴ്സും നല്ല ക്ലാസ്സും നല്ല കോളേജും നല്ല ആംബിയൻസും നല്ല പ്രൊഫഷനും നല്ല ഓഫീസും അവർക്ക് പ്രദാനം ചെയ്യണമേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് ഉന്നത സ്വർഗം നീ വാഗ്ദാനം ചെയ്യണമേ റബ്ബേ. നല്ല ജോലികൾ, നല്ല സമ്പത്ത്, നല്ല സന്താനങ്ങൾ, നല്ല ഇണകൾ, നല്ല സ്വഭാവം, നല്ല സംസ്കാരം, നല്ല കൂട്ടുകെട്ട്, നല്ല ദാമ്പത്യം, നല്ല ആരോഗ്യം ഇവ പ്രദാനം ചെയ്യണമേ റബ്ബേ. ഇഹത്തിലും പരത്തിലും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ആഫിയത ഫി ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ അസ്അലുക അൽ അഫ്വ ആഫിയത ഫി ദീനി വ ദുനിയ വ അഹ്ലി വ മാലി. അല്ലാഹുമ്മ അസ്തുർ ഔറാത്തി. എല്ലാത്തിൻ്റെയും പുറമെ കുടുംബത്തിലും ധനത്തിലും ഐശ്വര്യവും ക്ഷേമവും ക്ഷമയും ഒക്കെ ചോദിക്കുന്നതിനോടൊപ്പം അല്ലാഹുമ്മ അസ്തുർ ഔറാത്തി, എൻ്റെ നഗ്നത മറക്കുകയും ചെയ്യണമേ റബ്ബേ. എന്നിൽ നിന്നുള്ള അസാൻമാർഗികത നീ ദൂരീകരിക്കുകയും ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, എന്നെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും ഉന്നതമായ ദറജയിൽ ഉന്നതമായ സഹപാഠികളോടൊപ്പം ഒരുമിച്ച് കൂട്ടുക ഞാൻ വീണ്ടും 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 പ്രാർത്ഥിക്കുകയാണ് റബ്ബേ. റബ്ബനാ ലാ തജ്അൽ ഫിത്നതൻ ലില്ലദീന കഫറു വഗ്ഫിർ ലനാ റബ്ബനാ ഇന്നക അൻത അസീസുൽ ഹകീം. അർഹമുറാഹിമീനായ നാഥ, മെൻസസ് നിഫാസ് കാരണം നഷ്ടപ്പെട്ട എല്ലാ നമസ്കാരങ്ങളെയും എനിക്ക് പൂർണ്ണ പ്രതിഫലത്തോടെ തിരിച്ചു നൽകണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഫിർലി. ഇനിയൊരു മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ യുദ്ധം സീസ്ഫയർ ആക്കണമേ റബ്ബേ. വെടി നിർത്തണമേ റബ്ബേ. ഒരാള് ഷുഗറിന് കാല് പഴുത്തിട്ട് മേലോട്ട് കയറി പോകുന്നെന്ന് ഹോസ്പിറ്റലിലാണ്, ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവരുടെ കാല് പരിപൂർണമായി ഭേദപ്പെടുത്തി കൊടുക്കാനും അവർക്ക് ഏറ്റവും ഹൈറായതിലേക്ക് അവരെ വഴി നടത്താനും നീ വിധി കൂട്ടണമേ റബ്ബേ. ഒരു അസുഖവും ഇല്ലാത്തൊരു 7 വയസ്സായ കുട്ടിക്ക് അവസ്മാരം വന്ന് ഇപ്പം മരുന്നും എന്തോ ഒരു കോലത്തിൽ ആസ്പത്രിയും ചികിത്സയും ഓപ്പറേഷനും ആയിട്ട് അങ്ങനെ കഴിഞ്ഞു കൊടുന്നു. രോഗിക്ക് യാതൊരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. അത് സ്പെഷ്യലി ദുആ ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞിരിക്കുന്നു റബ്ബേ. നമ്മുടെ ഗ്രൂപ്പിലെ ഒരു സഹോദരിയുടെ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ ലിക്വിഡ് ഫുഡ് അല്ലാണ്ട് കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ചെറിയ എന്തോ ഇഷ്യൂ ആണ്. മസിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മാറുമെന്ന് പറയുന്നത്. അത്രയും പെട്ടെന്ന് സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യത താങ്ങാൻ പറ്റാത്തവരായതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും വേഗത്തിൽ അത് ശിഫയാക്കി കൊടുക്കണം റബ്ബേ. ഹസീന ടീച്ചറുടെ ഏട്ടന്റെ മകൻ ഒരുപാട് കാലമായി കിടക്കുന്നു, കണക്കില്ലാതെ പൈസയും തിന്നുന്നുണ്ട്, പക്ഷെ കുട്ടിക്ക് ഒരു മാറ്റവും കാണുന്നില്ല റബ്ബേ. അവന് ഏറ്റവും ഉത്തമമായതിലേക്ക് അവർക്ക് വഴി നടത്തി കൊടുക്കണമേ റബ്ബേ.
ഇനി പറയാൻ വിട്ടുപോയതും പറഞ്ഞതും പറയാൻ ബാക്കിയുള്ളതുമായ എല്ലാ കാര്യങ്ങളും റബ്ബെ നിന്നെ ഏൽപ്പിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്ഷേമൈശ്വര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ വിധി കൂട്ടണമേ റബ്ബെ. ഇന്ന് സമൂഹത്തിലെ മുമ്പിൽ നിന്നുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോഴും പറയുമ്പോഴും നിങ്ങളൊക്കെ അത് സ്വീകരിക്കുമ്പോഴും അൽഹംദുലില്ലാ മാഷാ അല്ലാ ഇനിയും കൂടുതൽ നിങ്ങൾക്ക് അറിവ് പകർന്നു തരുവാനും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാനും എഴുതിയ പുസ്തകങ്ങൾ വിവിധ ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുവാനും നിങ്ങളുടെ മുത്തക്കിങ്ങളുടെ ദുആ എനിക്ക് ആവശ്യമാണ്. എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം അല്ലാഹുവേ. നമ്മൾ ഈ ചെയ്തിട്ടുള്ള സകലമാന കാര്യങ്ങൾ നീ സ്വീകരിക്കണമേ റബ്ബേ. ഇതിൽ പറഞ്ഞു പോയതും പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ നീ സ്വീകരിക്കണമേ റബ്ബേ. റബ്ബന തഖബ്ബൽ മിന്നാ സാലിഹ അഅ്മാൽ യാ റബ്ബൽ ആലമീൻ. اللهم اغفر لي ولوالدي وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. പഠിച്ചവനെ റബ്ബേ മുസ്ലിങ്ങൾക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണം റബ്ബേ. അവരെ ശത്രുതയിലാക്കുന്നവർക്ക് നീ ദുൽമ ചെയ്യുന്നവർക്ക് നാശം വരുത്തണമേ റബ്ബേ. ഹരത്തിലും പരത്തിലും അവർക്ക് ശർറ് വരുത്തണമേ റബ്ബേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ ഖൈരി അൽകി വസ്വഹ്ബി അജ്മഈൻ. അല്ലാഹുമ്മ ഫല്ലി വലി ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.